నాశనగరమైన గోతి నుండి నన్ను లేవనెత్తినది నీ కృపా. నాశనగరమైన గోతి నుండి నన్ను లేవనెత్తినది నీ కృపా. నీ కృపలోనే నా జీవితం కడవరకు కొనసాగించేదం. నీ కృపలోనే నా జీవితం కడవరకు కొనసాగించేదం. యేసయ్యా యేసయ్యా నీ కృపా చాలయ్యా. యేసయ్యా యేసయ్యా నీ కృపా చాలయ్యా. నీ కృపలేనిది నీ దయలేనిదే క్షణమైన బ్రతుకలేనయ్యా. నీ కృపలేనిది నీ దయలేనిదే క్షణమైన బ్రతుకలేనయ్యా. నేనేమై ఉన్నాను నాకే ఉన్నాను కేవలం నీ కృపే. నేనేమై ఉన్నాను నాకే ఉన్నాను కేవలం నీ కృపే. కేవలం నీ కృపే. പ്രാർത്ഥിക്കുന്ന ചില ചെറുപ്പക്കാരെ ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാർ എല്ലായിടത്തും ഇപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം ഒരു ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് കൂടിയിരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സന്നദ്ധത കാണിക്കാറുള്ളത്. പക്ഷേ ചെറുപ്പക്കാർ പ്രാർത്ഥിക്കുന്നത് വളരെ കുറച്ച് ചുരുക്കമാണ്. എന്നാൽ ഞാൻ ഈ ആന്ധ്രാപ്രദേശിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത സന്ദർഭത്തിൽ അവിടെയൊക്കെ ദൈവദാസന്മാർ ചെറുപ്പക്കാർ ഒരു 10ഉം 20ഉം വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടുന്ന കരച്ചിലോട് കൂടിയ പ്രാർത്ഥന. ഞാൻ തന്നെ അത് കണ്ട് അമ്പരന്ന് പോയിട്ടുണ്ട്. ദൈവസന്നിധി പ്രാർത്ഥിക്കുക, കണ്ണുനീരൊഴുക്കി മുട്ടേ നിന്ന്. അവരൊക്കെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്നവരാ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്നവർ, പച്ചക്കറി കട നടത്തുന്നവർ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവർ പ്രാർത്ഥിക്കുക, കണ്ണുനീര് ഒഴുക്കി പ്രാർത്ഥിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കണ്ട കാഴ്ച ചെറിയ പിള്ളേർ കൂടിപ്പോയ ഒരു 15 വയസ്സ് താഴെയുള്ള കുട്ടികളാണ്. അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. എല്ലാം സിംപ്ലിസിറ്റി ആയിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ പിള്ളേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് പോട്ടെ. ഈ പ്രാർത്ഥനയിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും ദൈവം, അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇനി വേണ്ട, രാജാവിൻ്റെ അന്തഃപുരത്തിൽ സംസാരിക്കുന്ന കാര്യം വരെ ഒരു വെച്ചുകെട്ടുമില്ലാതെ ദൈവദാസന്മാരുടെ മുറിക്കകത്തേക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇറക്കിക്കൊടുത്ത ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു രഹസ്യ വാർത്ത അറിഞ്ഞു, ഇങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ചരണ്ടിരിക്കാതെ മുട്ടുമടക്കിക്കേ. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എന്താണോ നിങ്ങൾ ഈ വ്യാകുലപ്പെടുന്ന അല്ലെങ്കിൽ ദേശം ഭയപ്പെടുന്ന കാര്യം എന്താണോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരും എന്നുള്ള കാര്യം മറക്കരുത്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 17-18 വാക്യം ഞാൻ വായിച്ചേൽപ്പിക്കാം, ശ്രദ്ധിച്ച്.
പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടും കൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിശായേലിനോടും അസര്യാവോടും കാര്യമറിയിച്ചു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്ന കുറച്ചാളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഭയിൽ സിൻസിയറായിട്ട്, എന്ന് പറഞ്ഞാൽ ആ, ഒരു വഴക്കിനും വയ്യാവേലിക്കും പോകാതെ, ഒരു കസേര പിടുത്തത്തിനും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തലയിടാതെ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരായ ഏതെങ്കിലും പിള്ളേര് സെറ്റ് നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ അവരെ പേടിക്കണം, അവരെ പേടിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് സകലത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കാവോ? ഇരിക്കാവോ പ്രാർത്ഥിക്കാൻ? കണ്ട ഒരു കൊച്ചു മുറിയാണ്. അതിനകത്തേക്ക് ഞാൻ ഈ കയറി ഇരിക്കാൻ നേരത്ത് മുട്ട നിന്ന് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവിടെ നിങ്ങൾ പേടിക്കണ്ട, രഹസ്യങ്ങൾ വെളിപ്പെടും. ഏത് വലിയ രഹസ്യവും പൊട്ടും. പ്രാർത്ഥിക്കുന്നവൻ മുട്ടുമടക്കിയാൽ അവൻ പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇറങ്ങി വരും. രാത്രി ദർശനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. രാത്രി ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവവേദരെ, ഞാനും നീയും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം അവൻ സ്വത്രം ദൈവത്തിന് നിന്റെ അടുക്കൽ വന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൻ്റെ ദൂതനെ അയച്ച് ആ രഹസ്യത്തിൻ്റെ കലവറ നിനക്ക് തുറന്നു തരിക. വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം, ആ ദൈവം, ദാനിയേലിൻ്റെ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. ഞാൻ പാടിയ പാട്ട് നിങ്ങൾ തെലുങ്ക് പാട്ടാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ വളരെ ലേറ്റസ്റ്റായിട്ട് ആളുകൾ കേൾക്കുകയും പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. കർത്താവേ, നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ വലിച്ചു കയറ്റി. നിൻ്റെ കൃപയാണ് നടത്തിയത് എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു പാട്ടാണത്. സ്തോത്രം. പ്രിയരെ, രഹസ്യങ്ങളെ വെളിപ്പെടുന്ന കർത്താവ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് രാവിലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങൾ ചെയ്താട്ടെ. ദാനിയേലിൻ്റെ ദൈവം അവരോട് കൂടെയുള്ളതോർത്ത് സ്തോത്രം. കൃപ നൽകണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥനയ്ക്കായി ചില വ്യക്തികളെ അവരോട് കൂടെ മുട്ടുമടക്കാൻ ദൈവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ രാവിലെ സമയം വരെ ഹൃദയം തുറന്ന് ആരെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, മറക്കരുത്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കണം, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. എന്ത് രഹസ്യമാണെങ്കിൽ പൊട്ടും. കാരണം വെളിപ്പെടുത്തുന്നവൻ ദൈവമാണ്. പ്രാർത്ഥിക്കുന്നവനാണോ നിങ്ങൾ? പ്രാർത്ഥിക്കുന്നവളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ മറച്ചു വെച്ച് കർത്താവ് ഒന്നും ചെയ്യില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.